ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് കാണാൻ പോകുന്നത് സാരി എന്ന് പറയുന്ന തെലുഗു മൂവിയുടെ എക്സ്പ്ലനേഷൻ ആണ്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആരാധ്യ എന്ന് പറയുന്ന പെൺകുട്ടി തന്റെ കബോർഡിൽ ഉണ്ടായിരുന്ന എല്ലാ സാരീസും കൊണ്ടുവന്ന് വീടിന് പുറത്തു വെച്ച് കത്തിക്കുന്നതാണ് കാണിക്കുന്നത്. അവളുടെ ശരീരത്തും നല്ലവണ്ണം പരിക്ക് പറ്റിയിട്ടുണ്ട്. അവിടുന്ന് കട്ട് ചെയ്ത് 6 മാസങ്ങൾക്ക് മുന്നേ നടന്ന കാര്യമാണ് നമ്മളെ കാണിക്കുന്നത്. പക്ഷികളുടെയും മൃഗങ്ങളുടെയും ഫോട്ടോ എടുക്കുന്ന കിട്ടു എന്ന ഫോട്ടോഗ്രാഫറിനെ കാണിക്കുന്നു. അയാൾ ഒരു ദിവസം ഫോട്ടോ എടുത്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അവിടെ ഒരു കൂട്ടം ആളുകളെ കാണുന്നുണ്ട്. ഒരുപാട് സ്ത്രീകളെല്ലാം മോഡേൺ വസ്ത്രങ്ങളായിരുന്നു ധരിച്ചിരുന്നത്. അതിലൊരു പെൺകുട്ടി മാത്രം സാരി ഉടുത്ത് നിൽക്കുന്നു. അത് നമ്മുടെ ആരാധ്യയായിരുന്നു. കിട്ടു അങ്ങനെ അവളെ ഫോട്ടോ എടുക്കുന്നുണ്ട്. സാരി ഉടുത്ത് നിൽക്കുന്ന നമ്മുടെ നായകനെ അവന് വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട്. അവൻ അവളുടെ ഭംഗി കണ്ട് ആസ്വദിക്കുകയും അവളെ ഫോട്ടോ എടുക്കുന്നു. അവൾ എവിടെയൊക്കെ പോയാലും അവിടെയെല്ലാം ഫോളോ ചെയ്ത് പോയിട്ട് അവളെ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ അവൻ അവളെ മിസ്സായി പോകുന്നു. പക്ഷെ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോഴാണ് അവളെ പുറകിൽ ടാക്സിയിൽ കയറി പോകുന്നത്. അവളെ ഫോളോ ചെയ്യാമെന്ന് വിചാരിച്ച് എന്തോ ഒരു തരം കാമഭ്രാന്തോടു കൂടി അവളെ ഫോളോ ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ അവന്റെ വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. അവളെ മിസ്സായതിന്റെ വിഷമത്തിൽ അവൻ വീട്ടിലേക്ക് വരുന്നു. വന്നതിന് ശേഷം അവളുടെ ഫോട്ടോസ് എല്ലാം അവൻ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ അവളുടെ ഫോട്ടോസ് എല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവളെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കണമെന്നാണ് അവൻ ഇപ്പോൾ വിചാരിക്കുന്നത്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം വീണ്ടും വഴിയിൽ വെച്ചിട്ട് അവൻ അവളെ കാണുന്നുണ്ട്. അവൾ കൂട്ടുകാരിയുടെ കൂടെ സ്കൂട്ടറിൽ പോവുകയായിരുന്നു. അവളെ പിന്തുടരുന്ന ഇവനും പോകുന്നു. അവസാനം അവളുടെ വീട് എവിടെയാണെന്ന് അവൻ കണ്ടെത്തി. ആരാധ്യയ്ക്ക് ഒരു സഹോദരനുണ്ട്, രാജ് എന്നാണ് പേര്. ഇൻസ്റ്റാഗ്രാമിലെല്ലാം നമ്മുടെ ആരാധ്യ റീൽസ് ഇടാറുണ്ട്. അതിൽ ഏതോ ഒരുത്തൻ മോശമായിട്ട് കമന്റ് ചെയ്തു. അയാളെ പോയിട്ട് നമ്മുടെ രാജ് അടിച്ചു. അവൾ അവളുടെ സഹോദരനോട് ചൂടാവാണ്. കമന്റ് ഇട്ടു എന്ന് പറഞ്ഞിട്ട് എന്തിനാണ് അവനെ പോയി അടിച്ചത്? ഇതുപോലെ കമന്റ് ഇടുന്ന ഒരുപാട് പേരുണ്ട്. അവരെല്ലാം പോയി നിനക്ക് അടിക്കാൻ പറ്റുമോ? അപ്പൊ രാജ പറയുന്നുണ്ട്, നിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത്. എന്റെ സഹോദരിയെ പറ്റി ഇങ്ങനെ മോശമായി പറയുന്നത് എനിക്കിഷ്ടമല്ല. അവളുടെ അമ്മ പറയുന്നത്, നീ എന്തിനാണ് ഇങ്ങനെ റീൽസ് ഇടുന്നത് മോളെ? ഈ റീൽസ് ഇടുന്ന ഒന്ന് നിർത്ത്. പിന്നെ മറ്റു പെൺകുട്ടികളെ പോലെ ഒന്നുമല്ല നീ നല്ല നാടൻ പെൺകുട്ടിയാണ്. നീ സാരിയാണ് ഉടുക്കുന്നത്. ഇത്രയും നല്ലൊരു പെൺകുട്ടിയായി നീ എന്തിനു റീൽസ് ഇടുന്നു എന്ന് ചോദിക്കുന്നു. അപ്പൊ അവള് പറയുന്നുണ്ട്, നല്ല പെൺകുട്ടിയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ സാരി ഉടുക്കുന്നത്. എനിക്കിത് കംഫർട്ടബിൾ ആണ്, അതുകൊണ്ടാണ് ഞാൻ ഉടുക്കുന്നത്. അവളെ ആ വീട്ടിൽ ആകെ കൂടി സപ്പോർട്ട് ചെയ്യുന്നത് അവളുടെ അച്ഛൻ മാത്രമാണ്. അച്ഛൻ പറയുന്നത്, ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു എന്ന് കരുതി അവൾ അവളുടെ ഇഷ്ടത്തിന് പുറകെ പോകാതിരിക്കേണ്ട ആവശ്യമുണ്ടോ? സോഷ്യൽ മീഡിയ ആകുമ്പോൾ പലരും പലതും പറയും. നമ്മൾ അതിനൊന്നും മൈൻഡ് ചെയ്യാതിരുന്നാൽ മതി, അതിനൊന്നും ചെവി കൊടുക്കാതിരുന്നാൽ മതി. ഇവിടെ കിട്ടുവിനെയാണ് കാണിക്കുന്നത്. അവനറിയാം നായകന്റെ പേര് ആരാധ്യയാണെന്ന്. ആരാധ്യ എന്ന പേര് ഇൻസ്റ്റഗ്രാമിലും മറ്റുമൊക്കെ സെർച്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് നേരത്തെ സെർച്ചിന് ശേഷമാണ് നമ്മുടെ നായികയുടെ പ്രൊഫൈൽ അവൻ കാണുന്നത്. അവളുടെ ഫോട്ടോസും എല്ലാം തന്നെ എടുത്തു നോക്കുന്നു. അങ്ങനെ ഒരു ഫോട്ടോ വിടാതെ എല്ലാറ്റിലും ലൈക്ക് കൊടുക്കുന്നു. ഒരു ഭ്രാന്ത് പിടിച്ച ആളെ പോലെയൊക്കെയാണ് അവനിപ്പോ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. രാവിലെ എണീക്കുമ്പോൾ നമ്മുടെ ആരാധ്യ കാണുന്ന കാഴ്ച ഇതൊക്കെ തന്നെയായിരുന്നു. തന്റെ എല്ലാ ഫോട്ടോസിലും ഏതോ ഒരാളെ ലൈക്ക് ചെയ്തിരിക്കുന്നു. അങ്ങനെ അവൻ അവൾക്ക് ഒരു മെസ്സേജും അയച്ചിരിക്കുകയാണ്, താനൊരു ഫോട്ടോഗ്രാഫറാണ്, നിങ്ങളുടെ ഫോട്ടോ എല്ലാം ഞാൻ കണ്ടു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എൻ്റെ കൂടെ ചേർന്ന് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടോ? ഞാൻ നന്നായിട്ട് തന്നെ നിങ്ങൾക്ക് ഫോട്ടോ എടുത്തു തരാം എന്നെല്ലാം പറയുന്നു. അങ്ങനെ ആരാധ്യ ഈ കാര്യങ്ങളെല്ലാം തന്റെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുന്നു. ഇവരും അവന്റെ പ്രൊഫൈൽ എടുത്ത് നോക്കുന്നുണ്ട്. പക്ഷെ അതിൽ അവൻ എടുത്ത ഫോട്ടോസ് ഒന്നും തന്നെ കാണുന്നില്ല. അവൻ ഫോട്ടോഗ്രാഫർ ആണ് എന്ന് മാത്രം അവിടെ എഴുതിയിട്ടിരിക്കുന്നു. ഇപ്പൊ ആരാധ്യ അവളുടെ കൂട്ടുകാരികളുമായിട്ട് സംസാരിക്കുന്നത് ദൂരെ ഒരു ബിൽഡിങ്ങിൽ നിന്ന് കിട്ടു ബൈനോക്കുലർ യൂസ് ചെയ്തിട്ട് കാണുന്നുണ്ടായിരുന്നു. അവിടേക്ക് നമ്മുടെ ആരാധ്യയുടെ ബ്രദർ വരികയും ആരാധ്യയോട് വഴക്കുണ്ടാക്കാണ്. എന്തിനാണ് നീ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ റീൽസ് ഇടുന്നേ എന്നെല്ലാം ചോദിച്ചിട്ട് ഇതും ഈ ഒരു കിട്ടു കാണുന്നു. നമ്മുടെ ആരാധ്യ ഇവിടേക്ക് പോവുകയാണെങ്കിലും ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇടാറുണ്ട്. അതുപോലെ ഇപ്പോൾ താൻ മാളിലേക്ക് പോവാണെന്ന് പറഞ്ഞിട്ടൊരു സ്റ്റോറി ഇടുന്നു. അത് മനസ്സിലാക്കിയ കിട്ടുവാണെങ്കിൽ നേരെ ഇപ്പോൾ ആരാധ്യയുള്ള അവിടേക്ക് പോകുന്നു. മുകളിൽ വെച്ചും ആരാധ്യയെ ഫോളോ ചെയ്ത് അവിടെ വെച്ചും അവളുടെ കുറെ പിക്സ് എല്ലാം എടുക്കുന്നു. ഒടുവിൽ അവളെ അന്വേഷിച്ച് അവളുടെ വീട്ടിലേക്ക് തന്നെ കിട്ടു പോകുന്നു. ആ സമയത്ത് അവൾ അവിടെ ഉണ്ടായിരുന്നില്ല. അവളുടെ വീട്ടുകാർ വിചാരിക്കുന്നത് ഈ കിട്ടു മോഡൻ നന്നാക്കാൻ വേണ്ടി വന്ന ആളാണെന്നാണ്. മോഡൻ മുകളിലാണുള്ളത്, നീ അവിടേക്ക് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞവൻ അവിടേക്ക് പറഞ്ഞയക്കുന്നു. അങ്ങനെ മുകളിലേക്ക് പോയപ്പോൾ അത് ആരാധ്യയുടെ മുറിയായിരുന്നു. അവൻ അവിടേക്ക് ചെന്ന് ബെഡും അവിടെയുള്ള അവളുടെ ഫോട്ടോസും എല്ലാം തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. പെട്ടെന്ന് അവിടേക്ക് അവളുടെ നായ കടന്നു വന്നതും അവൻ പേടിച്ചിട്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു. ആ സമയത്ത് നെറ്റ് എല്ലാം കിട്ടുന്നത് കൊണ്ട് അവനത് നേരാക്കിയിട്ട് പോവാണെന്ന് വീട്ടുകാർ തെറ്റിദ്ധരിക്കുന്നു. അവളാണെങ്കിൽ ഇതുവരെയും ഫോട്ടോഷൂട്ടിന് ഓക്കെ പറഞ്ഞിട്ടില്ല. അവൻ അവളോടുള്ള ഭ്രാന്ത് കൂടി കൂടി അവൻ കണ്ടിന്യൂസ് ആയിട്ട് അവൾക്ക് മെസ്സേജ് അയക്കാനെല്ലാം തുടങ്ങി. എന്തായി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഫോട്ടോഷൂട്ടിന് ഓക്കെ ആണോ എന്ന് ചോദിക്കുന്നു. അവന്റെ നമ്പറും അയച്ചു കൊടുക്കുന്നുണ്ട്. ഒടുവിൽ അവളെ ശരി നമുക്ക് മീറ്റ് ചെയ്ത് സംസാരിക്കാമെന്ന് സമ്മതിക്കുന്നു. ഒരു കഫേയിലാണ് അവർ കണ്ടുമുട്ടുന്നത്. അവളോട് സംസാരിക്കുമ്പോൾ ആരാധ്യക്ക് മനസ്സിലാവുന്നുണ്ട് അവൻ അധികം സ്ത്രീകളോടൊന്നും സംസാരിച്ച് പരിചയമില്ലെന്ന്. നീ റിലാക്സ് ആയിട്ട് സംസാരിച്ചാൽ മതി, ഇങ്ങനെ തിരുക്കം കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയുന്നു. പക്ഷെ അവനാണെങ്കിൽ അവളുടെ സൗന്ദര്യത്തിൽ മുഴുകിയിരിക്കുകയാണ്. അവിടെ ഇരിക്കുമ്പോൾ വീണ്ടും നമ്മുടെ രാജ് എന്ന് പറയുന്ന ആരാധ്യയുടെ സഹോദരൻ അവളെ വിളിക്കുന്നു.
നീ എന്താ കുറെ നേരമായിട്ട് കഫേലിരിക്കുന്നത്? വേഗം വീട്ടിലേക്ക് വാ എന്ന് പറഞ്ഞിട്ട് അവളെ ഇപ്പൊ തന്നെ വീട്ടിലേക്ക് പോകാനായിട്ട് പറയാണ്. അന്ന് അവർക്ക് നേരെ സംസാരിക്കാനായിട്ടൊന്നും കഴിയുന്നില്ല. ആരാധ്യ തിരിച്ചു പോകുന്നു. പക്ഷേ ഈ കിട്ടുവിനാണെങ്കിൽ ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. രാജു കാരണമാണല്ലോ ഇവർക്ക് സംസാരിക്കാനായിട്ട് കഴിയാത്തത്. അതുകൊണ്ട് വീണ്ടും ഒരു ദിവസം കൂടി സംസാരിക്കാം എന്ന് വിചാരിക്കുന്നു. അതും ഈ ഒരു കഫേയിൽ വെച്ച് തന്നെ. അങ്ങനെ അവൾ അവിടേക്ക് കയറി വരുന്ന സമയത്ത് അവളുടെ ലുക്കെല്ലാം കണ്ടിട്ട് അവിടെയുള്ള ഒരു വ്യക്തി വേണമെന്ന് വെച്ച് അവളുടെ ശരീരത്തിൽ തട്ടിയിട്ട് പോകുന്നു. ഇതെല്ലാം കിട്ടുവും ശ്രദ്ധിക്കുന്നുണ്ട്. നേരത്തെ തട്ടി അവന്റെയും അവന്റെ കൂട്ടുകാരനെയും കണ്ട ആരാധ്യയുടെ മേലെ തന്നെയാണ്. ആരാധ്യ ചോദിക്കുന്നുണ്ട് കിട്ടുവിനെ കൊണ്ട്, നിങ്ങൾ എന്തിനാണ് എന്നെ വിളിപ്പിച്ചത്? അപ്പൊ കിട്ടു പറയുന്നു, ഞാൻ പക്ഷികളുടെയും മൃഗങ്ങളുടെയും എല്ലാമാണ് ഫോട്ടോ എടുക്കാറ്. പക്ഷെ നിങ്ങളെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ആദ്യമായിട്ട് ഫോട്ടോ എടുക്കണം എന്ന് തോന്നിയ മനുഷ്യൻ നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ പ്രൊഫൈലെല്ലാം കണ്ടപ്പോൾ എനിക്ക് നിങ്ങളെ ഫോട്ടോ എടുത്താൽ കൊള്ളാമെന്നുണ്ട്. എന്തായാലും നമുക്ക് ഫോട്ടോഷൂട്ട് ചെയ്യാമെന്ന് പറയുന്നു. അവളും അതിൽ മീനെ പോവാണ്. അതിന് സമ്മതിക്കുന്നു. ശരി, എന്നാൽ പിന്നെ നമുക്ക് ഷോപ്പിംഗ് ചെയ്താലോ ഈ ഫോട്ടോഷൂട്ടിനുള്ള ഡ്രസ്സിന് വേണ്ടിയിട്ട് എന്ന് പറയാണ്. ആരാധ്യ ആദ്യം പറഞ്ഞയച്ചു വിടുകയാണ്. നേരത്തെ അവളെ നോക്കിക്കൊണ്ടിരുന്ന ആ പയ്യനാണെങ്കിൽ ടോയ്ലറ്റിലേക്ക് പോയതും അവിടെ ഉണ്ടായിരുന്ന ചൂട് കോഫി എടുത്തുകൊണ്ട് പോയിട്ട് അവൻ ആ പയ്യന്റെ മുഖത്തേക്ക് ഒഴിക്കുന്നു. അങ്ങനെ അവിടുന്ന് അവന്റെ സാധനങ്ങളും എടുത്ത് താഴേക്ക് ഓടിയിട്ട് അവളെയും കൂട്ടി നേരെ ഷോപ്പിങ്ങിന് പോകുന്നു. കടയിലേക്ക് പോകുമ്പോഴും അവൾക്ക് മാച്ചായ പോലത്തെ സാരി കിട്ടാത്തത് കൊണ്ട് അവിടെയുള്ള സെയിൽസ്മാനോട് അവൻ ചൂടാവാണ്. അങ്ങനെ ഓരോ സാരികളായിട്ട് എടുത്ത് നോക്കിയിട്ട് അവളുടെ ശരീരത്തേക്ക് വെച്ച് നോക്കി, ഇത് ഓക്കെയാണ് എന്നൊക്കെ അവൻ പറയാണ്. പിന്നീട് ഓരോ സ്ഥലത്തേക്കും ചെന്നിട്ട് ഫോട്ടോഷൂട്ട് നടത്തുന്നു. അതിനിടയ്ക്കെല്ലാം തന്നെ അവളുടെ ശരീരത്തിൽ തൊടാനും അവൻ ശ്രമിക്കുന്നുണ്ട്. പോസ് കറക്റ്റ് ആക്കാനും സാരി ശരിയാക്കാനും ഒക്കെ അവളുടെ അടുത്തേക്ക് അവൻ പോകുന്നുണ്ട്. പക്ഷെ അതെല്ലാം പ്രൊഫഷണൽ ആണ് എന്നാണ് അവൾ വിചാരിക്കുന്നത്. അവൾ അതൊന്നും കാര്യമാക്കുന്നില്ല. ഇങ്ങനെ ഫോട്ടോസ് എല്ലാം എടുക്കുന്നത് രാജ് കാണിക്കുമ്പോൾ അവിടെ പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യുകയാണ്. പക്ഷെ ആരാധ്യ പറയുന്നുണ്ട്, എന്തിനാണ് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത്? ഇത് ജോലിയുടെ ഭാഗമാണ്, ഞങ്ങൾ ജോലി ചെയ്യുന്നു, അത്ര മാത്രമേ ഉള്ളൂ. രാജം ഇത് വേഗം ഒന്ന് തീർത്തിട്ട് അവിടെ നിന്ന് പോകാൻ നോക്കിയെന്ന് പറയുന്നു. അവിടെ തന്നെ അവൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. കിട്ടുവാണെങ്കിൽ നമ്മുടെ നായികയുടെ ഡ്രസ്സെല്ലാം ശരിയാക്കുന്നത് കണ്ടിട്ട് രാജന് വല്ലാത്ത ദേഷ്യം വരുന്നു. രാജ കിട്ടുവിന്റെ കോറൽ കയറി പിടിച്ചിട്ട് പറയുന്നുണ്ട്, നിന്നെ ഈ പരിപാടിയൊന്നും ഇനി ഇവിടെ നടക്കില്ല. മേലാൻ ഇനി അവരുടെ പരിസരത്ത് പോലും നീ വന്നു പോകരുത്. അങ്ങനെ രാജ അവളെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. പക്ഷെ ഈ സംഭവത്തിന് ശേഷം കിട്ടുവിന് ഭ്രാന്ത് കയറിയ അവസ്ഥ എന്ന് തന്നെ പറയാം. നായികയുടെ ഫോട്ടോസ് എല്ലാം നോക്കിയിട്ട് അവൻ പറയുന്നു, നീ എന്റേത് മാത്രമാണ്. രാജ് ഇടയിൽ കൂടെ കയറി വന്നത് കൊണ്ടല്ലേ ഇങ്ങനെയെല്ലാം സംഭവിച്ചത്. രാജ് എന്ന് പറയുന്നത് എന്റെ ആ സഹോദരനില്ലെങ്കിൽ നമുക്ക് സ്വസ്ഥമായിട്ട് ഇവിടെ ജീവിക്കാമായിരുന്നു. അവരാണ് നമ്മുടെ ജീവിതത്തിലെ തടസ്സം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുന്നു. നായകനെ വിവാഹം കഴിക്കണം, സ്വന്തമാക്കണം എന്ന് മാത്രമാണ് അവന്റെ ഉള്ളിൽ മുഴുവനും. അങ്ങനെ അവളാണെങ്കിൽ ഒരു മേളയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണുന്ന കിട്ടുവാണെങ്കിൽ അവിടേക്ക് ആ സ്ഥലത്തേക്ക് തന്നെ വരുന്നു. നേരത്തെ അവൾക്ക് വേണ്ടിയിട്ട് എടുത്ത ഫോട്ടോസ് എല്ലാം അവൾക്ക് അയച്ചു കൊടുക്കുന്നു. കൂടെ അവൾ അവിടെ നിൽക്കുന്നുണ്ടല്ലോ, ആ ഒരു ഫോട്ടോയും അയച്ചു കൊടുക്കുന്നു. അത് കണ്ടതും അവൾ ആകെ ഷോക്കാവാണ്. പുറകെ തന്നെ നമ്മുടെ കിട്ടുവിനെ കാണുന്നു. നീ എന്താ ഫോളോ ചെയ്യാണോ എന്ന് നായക ചോദിക്കുന്നു. അങ്ങനെയൊന്നുമില്ല, നീ സ്റ്റോറി ഇട്ടത് കണ്ടപ്പോൾ ചുമ്മാ ഒന്ന് ഇവിടേക്ക് വന്നതാണ്. നിന്റെ ആങ്ങളെ വന്നില്ലായിരുന്നുവെങ്കിൽ ഒരു പ്രശ്നവുമില്ലായിരുന്നു. അവനൊരു മൃഗമാണ്, ഇല്ലെങ്കിൽ അവൻ ഇങ്ങനെയെല്ലാം സംസാരിക്കുമോ എന്ന് ഇവൻ ചോദിക്കുന്നു. സ്വന്തം ആങ്ങളെ മൃഗമെന്നൊക്കെ വിളിക്കുമ്പോൾ ഏത് പെങ്ങൾക്കാണ് സഹിക്കാൻ കഴിയുക? അവൾ പറയുന്നു, അവൻ മൃഗമൊന്നുമല്ല, അവൻ എന്നോടുള്ള സ്നേഹവും കരുതലും കൊണ്ടാണ് അങ്ങനെയെല്ലാം സംസാരിക്കുന്നത്. നിനക്കൊരിക്കലും അവനെ പറ്റിയിട്ട് മോശമായിട്ട് സംസാരിക്കാനുള്ള അധികാരമില്ല. നമ്മൾ കണ്ടുമുട്ടിയത് ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ടായിരുന്നു. ആ ഒരു വർക്ക് കഴിഞ്ഞു. ഇനി ഭാവിയിൽ എന്തെങ്കിലും ഫോട്ടോഷൂട്ട് ഉണ്ടെങ്കിൽ മാത്രം എന്നെ വിളിച്ചാൽ മതി. അപ്പൊ കെട്ടു പറയുന്നു, നിന്റെ ആങ്ങളെ പറയുന്നത് കേട്ടിട്ട് വെറുതെ എന്തിനാണ് എന്നോട് ചൂടാവുന്നത്? എന്നിൽ നിന്നും എന്തിനാണ് നീ അകലാൻ ശ്രമിക്കുന്നത് എന്ന് അവള് പറയുന്നുണ്ട്. എനിക്ക് നിന്നെ കുറച്ച് ദിവസമായിട്ടേ പരിചയമുള്ളൂ. അതുകൊണ്ട് ആവശ്യമില്ലാതെ നീ എന്നെ ഫോളോ ചെയ്യേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. നീ നിന്റെ ജോലി നോക്കിയെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്നും പോകുന്നു. പിന്നീടും അവള് പോകുന്നിടത്തെല്ലാം പുതിയൊരു ഗെറ്റപ്പിൽ അവള് പോലും അറിയാതെ ഒരു വേഷത്തിൽ അവൻ അവളെ ഫോളോ ചെയ്തു പോവാണ്. ഒടുവിൽ അവൾ വീടിന്റെ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ നേരത്ത് ഇവൻ ഇതുപോലെ വേഷം മാറി വന്ന് അവളുടെ ഫോട്ടോസ് എല്ലാം എടുക്കുന്നുണ്ട്. ഇത് ടെറസിൽ നിന്നും രാജിന്റെ കൂട്ടുകാരൻ പറഞ്ഞിട്ട് കൂട്ടുകാരനാണെങ്കിൽ ഇപ്പൊ രാജിനോട് ഈ വിഷയം പറയുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഇപ്പൊ പരസ്പരം അടിക്കുകയാണ്. നേരത്തെ ആരാധനയോടൊപ്പം കണ്ട അതേ ഫോട്ടോഗ്രാഫർ തന്നെയാണ് ഇവൻ എന്ന് മനസ്സിലാക്കിയപ്പോ രാജവിടെ ആകെ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി. എന്തിനാണോ താൻ ഒളിഞ്ഞു നിന്ന് തന്റെ പെങ്ങളുടെ ഫോട്ടോ എടുക്കുന്നതെന്ന് ചോദിക്കുന്നു. ബഹളം കിട്ട ആരാധ്യ തന്നെ അവിടേക്ക് വരുന്നുണ്ട്. കിട്ടുവിന്റെ കെറ്റപ്പെല്ലാം കെട്ടിട്ട് കിട്ടുവിനോട് ആരാധ്യ ചോദിക്കുന്നുണ്ട്, എന്താണ് നിന്റെ പ്രശ്നമെന്ന്. പക്ഷെ അവനാണെങ്കിലും താൻ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊന്നും വന്നതല്ല, താൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞ് ഓരോന്ന് പറഞ്ഞ് അവിടുന്ന് ഒഴിഞ്ഞു മാറാനാണ് നോക്കുന്നത്. രാജനോടും പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞ് കിട്ടുവിനെ കൊണ്ട് അവിടെ നിന്നും പോകാൻ പറയുന്നു. അങ്ങനെ അവൻ വിഷമിച്ചിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത്. അടിയും കൊണ്ട് വീട്ടിലെത്തി അവൻ ആരാധ്യയുടെ ഫോട്ടോ നോക്കി പറയുന്നു, ഇത്രയും കാലം ഞാൻ മാത്രമാണ് നിന്നെ സ്നേഹിക്കുന്നത് എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ നീയും എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലേ? അത് എനിക്ക് ഇന്നാണ് മനസ്സിലായത്. നിന്റെ ചേട്ടന്റെ അടുത്ത് നിന്നും എന്നെ നീ രക്ഷപ്പെടുത്തിയില്ലേ? നമ്മൾ തമ്മിൽ പ്രണയമല്ലേ?
പക്ഷെ ഇതിനിടയിൽ ഒരു പ്രശ്നക്കാരനായി വരുന്നത് രാജാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, രാജനെ കൊല്ലാം, പിന്നെ അവനെ കൊന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഉണ്ടാകില്ല എന്നൊക്കെ അവനിങ്ങനെ സ്വയം പറയുകയാണ് കേട്ടോ. അങ്ങനെ നായികയും ഫ്രണ്ട്സും കൂടിയിട്ട് ഒരു എക്സിബിഷൻ കാണാൻ പോയ സമയത്ത് നമ്മുടെ കിട്ടു അവിടേക്ക് വരികയാണ്. എന്നിട്ട് അവളെ ഭീഷണിപ്പെടുത്തുന്നു. ഞാൻ നിന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് നിന്റെ ചേട്ടൻ അറിയില്ല. ചേട്ടനെ ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്വസ്ഥമായിട്ട് തന്നെ ജീവിക്കാം. അവളാകെ വല്ലാതെ പേടിച്ചിരിക്കുകയായിരുന്നു. എന്ത് റിയാക്ട് ചെയ്യണമെന്ന് പോലും അവൾക്ക് അറിയുന്നില്ല. അവൻ എന്തിനാണ് ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നതെന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ല. നിന്റെ ചേട്ടൻ ഇങ്ങനെ എത്രയും പെട്ടെന്ന് കൊല്ലുമെന്ന് അവളോട് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോവാണ്. ഇതും കൂടി കേട്ടപ്പോ അവളാകെ പേടിച്ച് പോവാണ്. അവനൊരു സൈക്കോനെ പോലെയാണ് ബിഹേവ് ചെയ്യുന്നത്. വീട്ടിലേക്ക് എത്തിയതിനു ശേഷം രാജിനോട് അവൾ നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നു. പക്ഷെ രാജ് ഇത് ഒരുപാട് കാര്യമാക്കുന്നില്ല. അവനെ പോലെ ഒരുത്തനെ കൊണ്ട് തന്നെ ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല എന്നാണ് രാജ് പറയുന്നത്. നീ ഒരു കാര്യം ചെയ്യ്, അവനെ ഒരു സ്ഥലത്തേക്ക് വരാൻ പറ, കാണാൻ വേണ്ടിയിട്ട് വിളിക്കുകയാണ്. ഇത് പറഞ്ഞതും കിട്ടുവിനെ അവൾ ഇന്ന സ്ഥലത്ത് വെച്ച് നമുക്ക് കാണാമെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുന്നു. പക്ഷെ ആ കഫേയിലേക്ക് ആരാധ്യക്ക് പകരം പോകുന്നത് രാജായിരുന്നു. പക്ഷെ അവന്റെ മുന്നിലേക്ക് പോയിരിക്കുന്നില്ല, അപ്പുറത്ത് നിന്ന് അവനെ നോക്കുകയായിരുന്നു. കുറെ നേരമായിട്ടും ആരാധ്യയെ കാണാത്തത് കൊണ്ട് കിട്ടു അവൾക്ക് മെസ്സേജ് അയക്കുന്നു. നിന്നെ ഇവിടേക്ക് വിടാത്തത് നിന്റെ ചേട്ടൻ രാജായിരിക്കും അല്ലേ, ഞാൻ അവനെ കൊല്ലുമെന്ന് പറയാണ്. കിട്ടു അവിടെ നിന്ന് ഇറങ്ങി നടക്കുന്ന സമയത്ത് രാജുവും അവന്റെ കൂട്ടുകാരനും അവനെ ഫോളോ ചെയ്ത് പോയിട്ട് അവന്റെ വീട്ടിൽ അവന് ഒരുപാട് അടിക്കുന്നുണ്ട്. അവന്റെ വീട്ടിൽ തന്നെ ആരാധയുടെ ഒരുപാട് ഫോട്ടോസ് എല്ലാം കണ്ടപ്പോൾ ഇവരൊക്കെ ഷോക്കായി പോവാണ്. ആരാധയോട് എത്രമാത്രം ഭ്രാന്താണ് അവനുള്ളത് എന്ന് അവർ മനസ്സിലാക്കുന്നു. അങ്ങനെ ചേട്ടൻ അവിടെ നിന്ന് പോയതിനു ശേഷം കിട്ടു ആരാധിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. നിന്റെ ചേട്ടനെ മാത്രമല്ല നിന്റെ അച്ഛനെയും അമ്മയെയും എല്ലാവരെയും ഞാൻ തീർക്കുമെന്ന് പറഞ്ഞിട്ട്. അതും കൂടി കേട്ടപ്പോൾ ആരാധയെ കൊണ്ട് സഹിക്കാൻ കഴിയുന്നില്ല. അവളെ ജനലിന് പുറത്ത് നോക്കുമ്പോൾ കിട്ടു അവിടെ അവളുടെ വീടിന്റെ പുറത്ത് തന്നെ ഉണ്ടായിരുന്നു. അവൾ അച്ഛനോടും അമ്മയോടും എല്ലാം ഈ കാര്യത്തെ പറ്റിയിട്ട് പറയുന്നുണ്ട്. വീടിന്റെ പുറത്തേക്ക് ഇറങ്ങാൻ പോലും അവൾക്ക് പേടിയാണ്. അച്ഛൻ പറയുന്നു, അവൻ പറയുന്നത് കേട്ടിട്ട് മോള് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അച്ഛന്റെ പരിചയത്തിൽ ഒരു പോലീസുകാരനുണ്ട്, അത് ഇനി അങ്കിള് ഡീൽ ചെയ്തോളും. അങ്ങനെ പോലീസുകാര് അവനെ കസ്റ്റഡിയിൽ എടുക്കുന്നു. അപ്പോൾ പോലീസുകാരോട് കിട്ടു പറയുന്നത് ആരാധ്യം താനും ഇഷ്ടത്തിലാണെന്നും വീട്ടുകാർ അവളുടെ മനസ്സ് മാറ്റാൻ ട്രൈ ചെയ്യുകയാണെന്നും. പോലീസുകാർ പറയുന്നു അവളുടെ വീട്ടുകാർ മാത്രമല്ല പരാതി തന്നത്, ആ പെൺകുട്ടി എന്നെ വിളിച്ച് നീ ശല്യം ചെയ്യാണ് എന്ന് പരാതി പറഞ്ഞു. അപ്പോഴും ആ കിട്ടു അതൊന്നും വിശ്വസിക്കുന്നില്ല കേട്ടോ. തന്റെ സ്നേഹം എത്രത്തോളം ഉണ്ടെന്ന് അവൾ പരീക്ഷിക്കുകയായിരിക്കുമെന്ന് കിട്ടു പറയാണ്. ഇവന്റെ വർത്തമാനമൊക്കെ കേട്ടപ്പോൾ അവന് ചെറുതായിട്ട് വട്ടാക്കിയാണെന്ന് പോലീസുകാരൻ തന്നെ മനസ്സിലാക്കുന്നു. അവനെ ഒന്ന് ഉപദേശിച്ചിട്ട് അവിടെ നിന്നും പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്. എന്നാൽ അന്ന് രാത്രി തന്നെ ആരാധയുടെ വീട്ടിലേക്ക് കിട്ടു പോകുന്നു. അവളുടെ നായയ്ക്ക് വിഷം കൊടുക്കുകയാണ്. അതങ്ങനെ ചത്തുപോകുന്നു. അങ്ങനെ അവൻ വീടിന്റെ അകത്തേക്ക് പോകുമ്പോൾ എല്ലാവരും ഉറങ്ങിക്കിടക്കുകയാണ്. ആരാധയുടെ മുറിയിലേക്ക് പോകുന്നു. അവളുടെ പുതപ്പെല്ലാം മാറ്റിയിട്ട് അവളുടെ സൗന്ദര്യമെല്ലാം അവൻ ആസ്വദിക്കുകയാണ്. മാത്രമല്ല അവളുടെ കബോർഡിൽ നിന്നും കുറച്ച് സാരിയെല്ലാം എടുത്തിട്ട് അവിടെ നിന്നും അവൻ കടന്നു കളയുന്നു. പിറ്റേ ദിവസം ആരാധ്യയുടെ വീട്ടിലെ നായ ചത്തു കിടക്കുന്നു. അതിന്റെ പുറകിൽ കിട്ടുവാണെന്ന് പോലും അവര് ഊഹിക്കുന്ന പോലുമില്ല. കിട്ടുവാണെങ്കിൽ ആരാധ്യയുടെ സാരി എടുത്ത് അവന്റെ ശരീരത്തെ ചുറ്റി അതിന്റെ മണമെല്ലാം ആസ്വദിക്കുന്നു. നിന്റെയും എന്റെയും ഇടയിൽ ആര് വന്നാലും ഞാൻ അവരെ ഇല്ലാതാക്കുമെന്ന് പറയുന്നു. അങ്ങനെ ഒരു ദിവസം ആരാധ്യ പുറത്ത് പോയിട്ട് ഓട്ടോയിൽ തന്റെ വീടിന്റെ അവിടേക്ക് വന്നതും പുറകിലൂടെ കിട്ടുവന്ന് അവളെ ബോധം കെടുത്തി കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നു. ഒരു ഒഴിഞ്ഞ കെട്ടിടത്തിൽ അവളെ കെട്ടിയിരുന്നു. ബോധം വന്ന അവളും എന്തിനാണ് ഇവിടെ കെട്ടിയിട്ടിരിക്കുന്നത്, എന്നെ വെറുതെ ഇവിടെ എന്ന് പറയുന്നു. പക്ഷെ അവനാണെങ്കിൽ അവളെ ഒത്തിരി ഉപദ്രവിക്കുകയാണ്. നീ എന്താണ് നമ്മുടെ പ്രണയമെല്ലാം മറന്നുപോയോ, എന്തിനാ നീ പോലീസുകാരോട് അങ്ങനെയെല്ലാം പറഞ്ഞത്, നീ നിന്റെ വീട്ടുകാർ കാരണമാണ് നീ എന്നിലുള്ള സ്നേഹം മറച്ചു വെക്കുന്നത്, അതുകൊണ്ട് നീ വീട്ടുകാരിൽ നിന്നും അകന്ന് കുറച്ചു നാൾ ഇവിടെ തന്നെ നിൽക്കുക, നമ്മളൊന്നിച്ച് ജീവിക്കേണ്ടവരാണ്, നമുക്ക് കല്യാണം കഴിക്കണ്ടേ, അതുകൊണ്ട് നീ ഇവിടെ നിൽക്കെന്ന് പറയുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവളുടെ കയ്യിലെ കെട്ടെല്ലാം അഴിച്ച് അവളോട് അവൻ സംസാരിക്കുകയാണ്. ഞാൻ നിന്നെ ആദ്യമായിട്ട് കണ്ടപ്പോൾ നീ സാരി ആയിരുന്നു വിയർ ചെയ്തിട്ടുണ്ടായിരുന്നത്, നീ മറ്റേതെങ്കിലും ഡ്രസ്സിലായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ഞാൻ നിന്നെ ശ്രദ്ധിച്ചിട്ട് പോലും ഉണ്ടാവില്ല. നീ സാരി എടുത്ത് കണ്ടതുകൊണ്ട് മാത്രമാണ് എനിക്ക് നിന്നോട് ഇത്രയധികം ഇഷ്ടം തോന്നാൻ കാരണം. അതിനുശേഷം എനിക്ക് വേറെ ഏത് പെണ്ണിനെയും നോക്കാൻ തോന്നിയിട്ടില്ല, ആരോടും എനിക്ക് ഇതുപോലെ ഇഷ്ടം തോന്നിയിട്ടില്ല. മറ്റേതോ ഒരാളാ ആ ഒരു കെട്ടിടത്തിലേക്ക് വരുന്ന ശബ്ദം കേൾക്കുന്നു. എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞ് അവളെ കരയാൻ തുടങ്ങി. ദേഷ്യം വന്ന് കിട്ടുവും അവളെ ഒറ്റടി, അവളുടെ ബോധം നഷ്ടപ്പെട്ടു പോവാണ്. അങ്ങനെ ഇപ്പോൾ എന്ന വ്യക്തിയും അവളെ എഴുന്നേൽപ്പിക്കുന്നുണ്ട്. എന്നിട്ട് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ, ഫോണ് തരാമോ എന്ന് ചോദിക്കുന്നു. ഫോണെടുത്ത് വിളിക്കാൻ തുടങ്ങിയതും അവിടെ നെറ്റ്വർക്ക് ഉണ്ടായിരുന്നില്ല. ഏത് വഴിയാണ് കടന്നു വന്നത് ആ ഒരു വഴി കാണിച്ചു തരാൻ പറയുന്നു. അയാളെയും കൂട്ടി അവിടേക്ക് പോകുമ്പോൾ പൂട്ടിക്കിടക്കുകയായിരുന്നു വാതിൽ. എല്ലാ ഡോറും അവിടെ പൂട്ടപ്പെട്ട അവസ്ഥയിലായിരുന്നു. എന്നാൽ ഈ ഒരു സമയം കൊണ്ട് കിട്ടു അവിടെ അയാളുടെ പുറകേക്ക് വരികയും അയാളെ അടിച്ച് ബോധം കെടുത്തുകയും ചെയ്യുന്നു. പിന്നീട് അയാളെ കല്ലുകൊണ്ട് ഇടിച്ചിടിച്ച് കൊല്ലുന്നു. ആ സമയത്ത് രക്തമെല്ലാം ആരാധ്യയുടെയും കിട്ടുവിന്റെയും മുഖത്തേക്കാണ് വീഴുന്നത്. അവൾ ഇതെല്ലാം കണ്ട് പേടിച്ചിരിക്കുകയാണ്. അവൾ എന്തെങ്കിലും റിയാക്ട് ചെയ്താൽ അവളെയും കൊല്ലും ഈ ഒരു കിട്ടു. അതുകൊണ്ട് സൗമ്യത്തോടെ അവനോട് സംസാരിക്കണം എന്ന് വിചാരിച്ച് സ്നേഹത്തോടെ അവനോട് സംസാരിക്കുന്നത് പോലെ അഭിനയിച്ച് ഇവിടുന്ന് രക്ഷപ്പെടാനായിരുന്നു ആരാധ്യയുടെ ഉദ്ദേശം.
കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ അവനോട് പറയുന്നു, "ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന്. നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ തന്നെ ഞാനും നിന്നെയും സ്നേഹിക്കുന്നുണ്ട്. നമുക്ക് ഒന്നിച്ച് ജീവിക്കാം" എന്നെല്ലാം പറയുമ്പോൾ ആദ്യം അവൻ വിശ്വസിക്കുന്നില്ലെങ്കിലും പയ്യെ എല്ലാം വിശ്വസിക്കുന്നു. ആരാധ്യ പറയുന്നുണ്ട്, "എനിക്ക് വിശക്കുന്നുണ്ട്. എന്തെങ്കിലും ഫുഡ് വാങ്ങിച്ചുകൊണ്ട് വരാമോ എന്ന്." അങ്ങനെ അവൻ ഫുഡ് വാങ്ങിക്കാൻ പോയ തക്കം നോക്കിയിട്ട് ആരാധ്യ അപ്പോഴേ അവൻ കൊന്ന ആ വ്യക്തിയുടെ മൊബൈൽ ഫോൺ എടുത്ത് ഒന്നുകൂടി ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് അപ്പോഴേക്കും ഓഫായി പോയായിരുന്നു. പുറകിലൂടെ ഇട്ട് വന്നിട്ട്, "നീ എന്താ അഭിനയിക്കുകയാണോ?" എന്ന് ചോദിക്കുന്ന സമയത്ത്, "അങ്ങനെയൊന്നുമില്ല. ഞാനിവിടെ വെറുതെ വന്ന് നോക്കിയതാണ്. അത്ര മാത്രമേ ഉള്ളൂ" എന്ന് പറയുന്നു. അങ്ങനെ അവൻ വാങ്ങിച്ചുകൊണ്ട് വന്ന ഫുഡ് കൊടുക്കുന്നുണ്ട്. അത് അവൾ കഴിക്കുന്നു. കഴിച്ചുകൊണ്ട് തന്നെ അവൾ പറയുന്നു, "നമ്മൾ എത്രയാന്ന് വെച്ചാൽ ഇവിടെ ഇരിക്കുക. നമുക്ക് വീട്ടിലേക്ക് പോകാം. എൻ്റെ അച്ഛനോടും അമ്മയോടുമെല്ലാം ഞാൻ നിന്നെ പറ്റിയിട്ട് പറയാം. നമുക്ക് കല്യാണം കഴിക്കാം" എന്നൊക്കെ പറയുന്നു. രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയെല്ലാം പറയുന്നത്. അവൻ പറയുന്നു, "ശരി, നമുക്ക് പുറത്ത് പോകാം. പക്ഷെ അതിനു മുന്നേ ഒരു സെലിബ്രേഷൻ ഉണ്ട്. എൻ്റെ ബർത്ത്ഡേ ആണ്. സെലിബ്രേഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ നിനക്കൊരു സർപ്രൈസ് തരും. അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ നിന്നും പോകാം." അങ്ങനെ അവിടെയെല്ലാം മെഴുകുതിരിയെല്ലാം കത്തിച്ച് വെച്ച് കേക്ക് കൊണ്ടുവന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അവളുടെ ബാക്കിലൂടെ വന്ന് അവളെ കെട്ടിപ്പിടിച്ച് അവളുടെ കൂടെ ചേർന്ന് കേക്ക് കട്ട് ചെയ്യുന്നു. അവളുടെ മടിയിലേക്ക് പിടിച്ചിരുത്തി, "ഞാൻ നിന്നെ ആദ്യമായിട്ട് കണ്ടത് സാരി ലുക്കിലാണ്. എനിക്ക് അതിൽ നിന്നെ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറയുന്നു. അങ്ങനെ കേക്കെല്ലാം കട്ട് ചെയ്തതിന് ശേഷം കിട്ടു പറയുന്നുണ്ട്, "ഞാൻ നിനക്കൊരു സർപ്രൈസ് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, ഇതാ നിന്റെ സർപ്രൈസ്" എന്ന് പറഞ്ഞിട്ട് ഒരു കബോർഡ് തുറക്കുന്നു. അത് തുറന്നതും അവിടെ തളർന്നു കിടക്കുന്ന രാജിനെയാണ് കാണുന്നത്. കിട്ടു ഓൾറെഡി അവനെ ഉപദ്രവിച്ച് ആ കബോർഡിൽ കയറ്റി വെച്ചതാണ്. ആ ഒരു കാഴ്ച കണ്ട് അവളവിടെ നിലവിളിക്കുന്നു. കിട്ടു പറയുന്നു, "ഇപ്പോഴും നിനക്ക് എന്നെക്കാളും ഇഷ്ടം രാജിനെയാണ് അല്ലേ? അല്ലെങ്കിൽ ഇപ്പൊ നീ അവന് വേണ്ടിയിട്ട് ഇങ്ങനെ നിലവിളിക്കില്ലല്ലോ." രാജിനെ അവിടെ കസേരയിൽ ഇരുത്തി കെട്ടിയിട്ടതിന് ശേഷം അവന്റെ കൈകളിലെല്ലാം കത്തി വെച്ച് കുത്താനായിട്ട് പോവുകയാണ് കിട്ടു. "അല്ലെങ്കിൽ വേണ്ട, നീ തന്നെ കുത്തെന്ന്" ആരാധ്യയോട് പറയുന്നു. ആരാധ്യക്കാകെ പേടി കൂടാണ്. സ്വന്തം സഹോദരനെ എങ്ങനെയാണ് ഉപദ്രവിക്കുന്നത്. അവള് പേടിച്ച് നിൽക്കുന്ന സമയത്ത് കിട്ടു പറയുന്നു, "അല്ലെങ്കിൽ വേണ്ട, നീ ഒരു കാര്യം ചെയ്യുക. ആദ്യം ചെന്ന് ഈ സാരി എടുത്തുകൊണ്ട് വാ" എന്ന് പറയുന്നു. "ഈ സാരിയുടെ കാര്യം നിനക്ക് ഓർമ്മയുണ്ടോ? ഞാൻ നിന്റെ വീട്ടിൽ നിന്നും എടുത്ത സാരിയാണിത്. അത് പറയാൻ ഞാൻ മറന്നുപോയി. ഞാൻ നിന്റെ വീട്ടിലേക്ക് വന്നിരുന്നു. ആ സമയത്ത് നിങ്ങളുടെ വീട്ടിലെ നായയെ കൊന്നതും അത് ഞാനാണെന്ന്" പറയുന്നു. ഇത് കേട്ട് ചേട്ടനും അവളും ഒരുപോലെ ഞെട്ടിപ്പോകുന്നു. സാരി മാറണമെന്നും എന്നാൽ തന്റെ മുന്നിൽ നിന്ന് വേണം സാരി മാറാനെന്നും പറയുന്നു. അവൾ ആകെ നിസ്സഹായ അവസ്ഥയിലായിരുന്നു എന്ന് വേണം പറയാൻ. ഇത് കാണുമ്പോൾ രാജനും വല്ലാതെ ദേഷ്യം തോന്നുന്നുണ്ട്. സ്വന്തം സഹോദരിയോട് തന്റെ മുന്നിൽ വെച്ചാണ് ഒരുത്തൻ ഇങ്ങനെയെല്ലാം പെരുമാറുന്നത്. എന്നിട്ടും ഒന്നും തന്നെ ചെയ്യാൻ പറ്റുന്നില്ല. വേറെ വഴിയില്ലാതെ അവന്റെ മുന്നിൽ വെച്ച് തന്നെ അവൾ സാരി ചേഞ്ച് ചെയ്യുന്നു. കിട്ടു ഒരു കത്തി അവളുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. രാജന്റെ കൈ മുറിക്കാനായിട്ട് ആവശ്യപ്പെടുകയാണ്. പക്ഷെ അപ്പോഴേക്കും രാജ് കയ്യിലെ കെട്ടെല്ലാം അയച്ച് കിട്ടുവുമായിട്ട് ഫൈറ്റ് ചെയ്യാണ്. ഈ ഒരു ഫൈറ്റിനൊക്കെ ഇടയിൽ അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ എടുത്തിട്ട് രാജിന്റെ മേലെ കുത്തി കയറ്റുകയാണ്. രാജ് തളർന്ന് താഴേക്ക് വീഴുന്നു. കിട്ടുവിനും പരിക്കേൽക്കുന്നുണ്ട്. പക്ഷെ സ്വന്തം സഹോദരനോട് ഇങ്ങനെയെല്ലാം ചെയ്തതിന്റെ പേരിൽ നമ്മുടെ നായികയാണെങ്കിൽ അവളുടെ സാരി എടുത്ത് കിട്ടുവിന്റെ കഴുത്തിലേക്ക് ചുറ്റുകയാണ്. തന്റെ സഹോദരനോടും തന്നോടും ചെയ്ത ഈ ദ്രോഹങ്ങൾക്കെല്ലാം അവൾ പ്രതികാരം വീട്ടുകയാണ്. അവിടെ നിന്ന് കട്ട് ചെയ്ത് പിന്നീട് നമ്മുടെ നായിക ഹോസ്പിറ്റലിലാണുള്ളത്. അവൾക്ക് ബോധം തെളിയുന്നു. അവൾ ആദ്യം തന്നെ അമ്മയോട് ചോദിക്കുന്നത്, "രാജ് എവിടെ അമ്മേ? എന്റെ ചേട്ടൻ എവിടെയെന്ന്?" പക്ഷെ രാജ് മരിച്ചുപോയി എന്ന കാര്യമാണ് അറിയുന്നത്. സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല. അവൾ തകർന്നു പോയി. താൻ കാരണമാണ് ചേട്ടന് ഇങ്ങനൊരു അവസ്ഥ സംഭവിച്ചത്. അവൾ വീട്ടിലേക്ക് എത്തിയതും അവളുടെ സാരിയെല്ലാം അവിടെ കത്തിക്കുന്നു. പിന്നീട് അവളെ മോഡേൺ വസ്ത്രമാണ് വെയർ ചെയ്യുന്നത്. അവളുടെ സാരിയെല്ലാം അവിടെ കത്തിച്ചു കളയുന്നു. ഇത് കാണിച്ചുകൊണ്ടാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ ഒരു മൂവി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, കമന്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ഫ്രണ്ട്സ്.